بسم الله الرحمن الرحيم محبوبا بالبشارة قائلها ആ ഷഹാദത്തിനെ പറയുന്ന ആൾക്ക് സന്തോഷം കൊണ്ട് പൊതിയപ്പെട്ടതായ നിലയിൽ മഹബൂബ് ഹബാജല ഈ മുട്ടുകെട്ടിയിരിക്കുക പൊതിഞ്ഞിരിക്കുക എന്നൊക്കെ പറയല്ലേ ഹബാ വേണക്കിനും മഹബൂവൻ ഈ മുഖത്തൻ എന്ന് ചില ആൾക്കാർ മനയെ കൊടുത്തിട്ടുണ്ട്. പൊതിയപ്പെട്ടതായ നിലയിൽ ബിൽ ബിശാറത്തി സന്തോഷം കൊണ്ട് ഖായിലുഹാ ഷഹാദത്തിനെ പറയുന്ന ആള് മദ്ഉവൻ ബിൽ ഖസാറത്തി ജാഹിലുഹാ ആ ഷഹാദത്തിന് അജ്ഞതായ ആൾക്കാർ അറിയാത്തവർക്ക് എന്താണ് പരാജയം കൊണ്ട് വിളിക്കപ്പെട്ടവതായ നിലയില് അങ്ങനെ അതിന്റെ മേലത്തുമായിട്ട് മഹബൂബൻ ബിൽ ബിശാറത്തി ഖായിലുഹാ ഷഹാദത്തിനെ പറയുന്ന ആൾക്കാർക്ക് പറയുന്നവന് സന്തോഷം കൊണ്ട് പൊതിയപ്പെട്ടതായ നിലയിലും ഷഹാദത്തിനെ സംബന്ധിച്ചുകൊണ്ട് അറിവില്ലാത്തവന് പരാജയം കൊണ്ട് വിളിക്കപ്പെട്ടതായ നിലയിലും വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പുന്നാര നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു അല്ലാഹുവിന്റെ ദാസനാണ് എന്നും വറസൂലുഹു അല്ലാഹു അയച്ച ആളാണ് എന്നും അൽസമ ബിഇർസാലിഹിൽ ഹുജ്ജാ അല്ലാഹു പ്രവാചകനെ അയക്കൽ കൊണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. അൽ ഹുജ്ജത്ത ലക്ഷ്യത്തിനെ ഉറപ്പാക്കി. അഹ്കമ അൽസമ ബിമാന ഹക്കമ അസ്ബത്ത സ്ഥിരീകരിച്ചു. ഇനി അവിടെ പോയിട്ട് ന്യായങ്ങളൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ദീനിന്റെ നിയമങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് വഖവ്വമ ബിഇഅ്തിദാലിഹി അൽ മഹജ്ജ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതി സിദ്ധിച്ച ആളായി എന്നതിന്റെ കാരണം കൊണ്ട് അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട് അൽ മഹജ്ജത്ത സർവ്വവിധമായ തെളിവുകളെയും അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട്. ആർക്കും ഒരു മനുഷ്യനും അതിനെ നേരിടാൻ പറ്റുകയില്ല. അത്തരത്തോളം സരക്ഷ്യം അല്ലാഹു നിലനിർത്തിയതാണ്. ആർക്കാണ് ഫലം? അങ്ങനെ ഫലം യസൽ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലം യസൽ എന്നതിന് അവിടെ ദമീറിന് സലാത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാ പോലും സലാത്തില്ല. മഹത്തുക്കളായ സ്വാലിയിൽ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഖത്തീബന്മാര് ഇത് ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ ഒരു പേര് പറയുമ്പം ഉണർന്നിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഖുത്ബ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു സലാത്തല്ലോ. നമ്മള് ഖത്തീബന്മാര് ഫലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ചിലപ്പോഴും ചൊല്ലിയാലായി, അല്ലെങ്കിൽ ഇല്ല. മറ്റേതങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ഉണ്ടാവുമല്ലോ അതിന്റെ ആശിഖീങ്ങൾക്കൊരു സലാത്തിയല്ലേ. അപ്പൊ നമ്മളവിടെ ഫലം യസൽ എന്ന ദമീറിനെ അതിന്റെ ഇസ്മിനെ ലാഹിറാക്കിയില്ലെങ്കിൽ നമ്മൾ ലാഹിറാക്കി പറയാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫലം യസൽ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിക്കൊണ്ടേയിരുന്നു ലിമൻ തബഅഹു സിറാജാ തങ്ങളെ പിൻപറ്റിയവർക്ക് വിളക്കായിക്കൊണ്ടിരുന്നു. ഫലം യസൽ ലിമൻ തബഅഹു സിറാജൻ തങ്ങളെ പിൻപറ്റുന്നവർക്ക് സിറാജാണ്, വിളക്കാണ് തങ്ങളായിക്കൊണ്ടിരുന്നു. വഅലാ മൻ നസഅഹു തങ്ങളോട് എതിർ കാണിക്കുന്നവരുടെ മേൽ തങ്ങളായി അജാജ പുകമറ നിർമ്മിക്കുന്ന ആളായി. പൊടിപടലം കൊണ്ട് തങ്ങളെയും അവനുമായിക്കൊണ്ട് കാണാൻ പറ്റില്ല. അതിന്റെ അർത്ഥം അജാജൻ ബിമാനൽ ഖബാർ വദ്ദുഖാൻ പുക പൊടിപടലം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹത്താ ആദ അദുബുൽ കുഫരി ഉജാജാ കാഫിരീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവർക്കുള്ള കുഫർ നൽത്തണ്ണി പോലാണ് എല്ലാവർക്കും. നമുക്ക് ഈമാൻ നൽത്തണ്ണി ആയതുപോലെ തന്നെ. അപ്പൊ ആ കുഫറാകുന്ന അവരുടെ വിശ്വാസം അനുസരിച്ചു കൊണ്ടുള്ള കുഫറാകുന്ന നൽത്തണ്ണി ആയി. എന്തായി? ഉജാജൻ ഉപ്പുവെള്ളമായി പോയി.
ودخل الناس في دين الله أفواجا. അല്ലാഹുവിന്റെ ദീനിലായ നിലയിൽ ജനങ്ങൾ കടന്നു വരുന്നത് വരെ, കടക്കുകയും ചെയ്യുന്നത് വരെ. എങ്ങനെയാണ് അവർ കടന്നു വന്നത്? അഫ്വാജൻ, കൂട്ടം കൂട്ടമായ ഹാലിൽ. ഫത്തഖദൂഹു, അവരാ ദീനിനെ ആക്കി ശിർഅതൻ, മതനിയമങ്ങളാക്കുകയും വമിൻഹാജൻ, നൽവഴിയിലേക്ക്, സൽപാന്താവിലേക്ക് കാണിച്ചു തരുന്ന വഴിയുമാക്കി ആ ദീനിനെ അവർ. മിൻഹാജൻ ശിർഅതൻ അത്വരീഖ്, മുസ്തഖീമായ മദ്ഹബ്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജൻ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ ശരീഫ്. മാ ശറഅഹു അല്ലാഹു ലിഇബാദിഹി മിനൽ അഖാഇദി വൽ അഹ്കാം ثم جعلناك على شريعة من الأمر فاتبعها എന്ന് ഖുർആൻ ശരീഫിലൊക്കെ പറഞ്ഞ ആ ശരീഅത്താണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വലാത്തൻ തകൂനു ലി അലാ ദറജത്തിൻ ലഹു മിഅറാജാ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ മേലും കുടുംബാദികളുടെ മേലും സലാത്ത് അല്ലാഹു ചെയ്യട്ടെ. തകൂനു, ആ സലാത്താകും, സലാത്തൻ തകൂനു ലി അലാ ദറജത്തിൻ ലഹു മിഅറാജാ. ആ സലാത്ത് പുന്നാര നബിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കോണിപ്പടികളാകും. ലി അലാ ദറജത്തിൻ ലഹു, തങ്ങളുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് മിഅറാജൻ, കോണിപ്പടിയാവും. തങ്ങളിരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്കെത്താൻ ആ സലാത്ത് എന്താവുന്ന കോണിപ്പടിയാവുന്ന. അല്ല, തങ്ങൾക്ക് ഇപ്പോൾ കോണിപ്പടിയുടെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് കോണിപ്പടിയാവും തങ്ങളിലേക്ക് എത്താൻ എന്ന് അതിന്റെ അർത്ഥം. കാരണം തങ്ങള് അലാ ദർജയിലാണല്ലോ. അപ്പൊ തങ്ങളോട് ഒരു സാവി ചോദിച്ചില്ല, ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആഖിറത്ത് വരുമ്പോൾ തങ്ങളെ ഹേളിക്കോ, ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യും, ഞങ്ങളിപ്പോ എന്താ ചെയ്യാവുന്നത്, ഇല്ല തങ്ങളെ കാണും, ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പോഴല്ലേ അല്ലാഹു തആല ആയത്തിറക്കി, ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി കാണാമെന്ന്. ട്രെയിനിനകത്ത് യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഓർഡിനറി, എല്ലാവരും ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അതേപോലെയൊക്കെ ആയിരിക്കും നമ്മളൊക്കെ അവസ്ഥ. നമ്മളൊക്കെ ഓർഡിനറി സ്വർഗത്തിൽ ഇങ്ങനെ കിടക്കാന്നല്ലാതെ അള്ളാഹു അതിന്റെ വക്കത്തിനെങ്കിലും എത്തിച്ചാൽ മതിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് ക്ലാസ്സിലും, പിന്നെ അമ്പിയാക്കന്മാരൊക്കെ തേർഡ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സിലും, ഔലിയാക്കന്മാരൊക്കെ തേർഡ് ക്ലാസ്സിലും, നമ്മളിങ്ങനെ സ്ലീപ്പറിലും അല്ലെങ്കിൽ പിന്നെ ലോക്കലിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അതേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ തങ്ങളെ കൂടെ പോയിരിക്കാന്നല്ല, തങ്ങളുടെ കൂടെ പോയിരിക്കാൻ ആർക്ക് കഴിയും? അല്ലോ സംബരാനെ എവിടെങ്കിലും എത്തിയാൽ മതിയായിരുന്നു നമ്മള്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നതിന്റെ ഒരു 100 മീറ്ററെങ്കിലും ദൂരെ എത്തിയാലും വേണ്ടില്ല, എന്നാലും നമുക്ക് കിട്ടും. അതാണിപ്പോ അതിന്റെ അർത്ഥം. അഅലാ ദറജത്തിൻ ലഹു മിഅറാജൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉസീക്കും, നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ, നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. വയ്യായ, എന്നോടും. എന്തുകൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു? ബിതഖ്വല്ലാഹ്. യബ്ന ആദം, ഓ ആദം പുത്ര, ആദം സന്തതി, അലാ നസബുക ഫിൽ മയ്യിത്തീന ഫഅറഖാ. അലാ നസബുക, നിന്റേതായ നസബ ചേർന്നു, നിന്റെ നസബ ഉയർന്നിരിക്കുന്നു. ഫിൽ മയ്യിത്തീന, മയ്യിത്തീങ്ങളിലായ ഹാലിൽ. എന്നിട്ട് ഫഅറഖ, ആ നസബ അതിന്റെ അടിസ്ഥാനത്തിൽ തേടിപ്പോയിട്ടുണ്ട്. ഫഅറഖ എന്താണ് ഇമാം നബാത്തുൽ മുസ്ലി റഹ്മത്തുള്ളാഹിന്റെ ഇബാറത്ത്? അറഖ ബിമാന അസ്ബത്ത ഇലാ അർഖിഹി, അതിന്റെ അടിസ്ഥാനത്തിലേക്ക് അത് എത്തിയെന്നതിന്റെ അർത്ഥം. നമ്മളെ അടിസ്ഥാനം പിന്നെ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണല്ലോ. വഖാറഅത് ജിസ്മക നവബുസ്സനീന ഫഅഖ്ലഖാ, നിന്റേതായ ശരീരത്തിനെ എന്ത് ചെയ്തു? മുട്ടി വിളിക്കുന്നുണ്ട്. നവബുസ്സനീന, വർഷങ്ങളുടേതായ പോയി വരവുകൾ.
ഫഅഖ്ലഖ അങ്ങനെ എന്ത് ചെയ്തു, ആ ജിസ്മ് പഴയതാവുകയും ചെയ്തു. ഫഅഖ്ലഖ ഖാറഅത്ത് അയ അസാബത്ത് ബിശിദ്ദത്തിൻ എന്നാണ്. നുവബു ജമ്മു നൗബത്തിൻ വഹിയൽ മുസീബത്തു ഖാറഅത്ത് ജിസ്മക അല്ല, എന്റെ ശരീരത്തിന് വന്ന് മുട്ടിയിട്ടുണ്ട്, ശിദ്ദത്തോടുകൂടെ മുട്ടിയിട്ടുണ്ട്. നുവബുസ്സിനീന വർഷങ്ങളുടേതായ ആപത്തുകൾ, മുസീബത്തുകൾ, ഇങ്ങനെ ഇറങ്ങി വരുന്ന മുസീബത്തുകൾ. അഖ്ലഖ അങ്ങനെ ആ ജിസ്മ് എന്തായി, പഴയതായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെറുപ്രായം, ചെറിയ പ്രായം അല്ലേ. കൊഞ്ചി 4 കാല്, കൊഞ്ചം വിട്ടാൽ 2 കാല്, ആടിപ്പാടി 3 കാല്, ആട്ടം വിട്ടാൽ 6 കാല് എന്ന് പറഞ്ഞില്ലേ. കൊഞ്ചി 4 കാല്, 4 കാലിൽ നടന്നിട്ട് പിന്നെ 2 കാലി നടക്കും, പിന്നെ 2 കാല് മാറി പിന്നെ വടിയായി, അപ്പൊ 3 കാലായി. 3 കാല് വിട്ടാൽ പിന്നെ 6 കാലുള്ളതിനകത്ത് യാത്രയായി ഇല്ലേ. 6 കാലുള്ള കട്ടില് വീട്ടിൽ വരാത്ത ഒരാളും ഇല്ലല്ലോ. മാഷാ അല്ലാഹ്. അള്ളാഹു യാത്ര ചെയ്യുമ്പോൾ നല്ലോണം യാത്ര ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നീ അങ്ങ് വയസ്സാണെങ്കിലും നിന്റെ അത്യാർത്ഥിയിൽ നീ ചെറുപ്പക്കാരനാണ് എന്ന് പറയില്ല. അന്ത നീയാകുന്നത് അലാ ഹിർസിക്ക, നിന്റെ ഹിർസിന്റെ മേൽ തുസിറു, നീ ഇങ്ങനെ നിരന്തരമാകുന്നുണ്ട്. അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന സാലിഹത്തായ കർമ്മങ്ങളെ തൊട്ട് നീ ഓടിപ്പോകുന്നുണ്ട്. തത്ലുബു മിന ദുനിയാ, ദുനിയാവിൽ നിന്നും നീ ആഗ്രഹിക്കുകയാണ്, തേടുകയാണ്. മാലാ തുദ്രികു, നീ എത്തിക്കാത്ത ഒന്നിനെ നീ തേടുകയാണ് ഇല്ലേ. അതന്നെ നമ്മളെ അവസ്ഥ. നമ്മളെയൊക്കെ അവസ്ഥ അതല്ലേ. എത്തിയസ് കാറുള്ളവന് ഇന്നോവ എടുക്കണം, ഇന്നോവ എടുത്തവൻ പിന്നെ നോക്കാം ഫോർച്യൂണർ എടുക്കണം, അതെടുക്കുമ്പോൾ പിന്നെ എന്താണ് CC കൂസി, എന്താണ് എന്റെ പേര്, ഏതാ വണ്ടിയുടെ പേരെന്താ? നിസാർക്ക് യാത്ര വണ്ടിയുടെ പേരെന്താ? സിക്കോയിൽ ഇങ്ങനെ കുറെ യാത്രയും പിന്നെ അതിനപ്പുറം ഇങ്ങനെ മാലാത്തുതിരിക്കും, ഇങ്ങനെ തേടുകയാണ്. ദുനിയാവിൽ നിന്നും നീ തേടുകയാണ്. മാലാത്തുതിരിക്കൂ, നീ എത്തിക്കാത്ത ഒരു സംഗതി നീ ഇങ്ങനെ തേടുകയാണ്. അപ്പൊ അങ്ങനെയാണ്. സത്തലു മിനദ്ദുന്യ മല, നല്ലൊരു വീടൊക്കെ ഉണ്ട്, പിന്നെ ആ വീടൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം, അതിനകത്തൊരു AC റൂം വെക്കണം. ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളാ. മനുഷ്യന്മാരെ ആഗ്രഹങ്ങൾ തീരില്ല. വയസ്സാവും തോറും ആഗ്രഹങ്ങൾ ചെറുപ്പക്കാരനായി വരുന്നു. നീ മിൽക്കാക്കാത്ത, നിനക്ക് അധികാരമാകാത്ത, നിനക്കൊരു വിധേനയും അടിസ്ഥാനപരമായ നിലയിലോ അല്ലാതെയോ നിനക്ക് അധികാരമാക്കപ്പെടാൻ പറ്റാത്ത ഒന്നിനെ നീ ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. എന്താണ് ചില മനുഷ്യന്മാരെ കടം മേടിക്കുന്നുണ്ടാല് 5 ലക്ഷം 2 ലക്ഷം കടം മേടിക്കും. ഞാനിതിനകത്തുനിന്ന് ഒഴിവല്ലേ, നിങ്ങളൊന്നും പറ്റാറ്റില്ല ഒന്നും. ഞാനും അതിനകത്തേക്ക് പെട്ടതാണ്. എന്താവോ കാക്കട്ടെ. അല്ലയാ 2 മാസം കഴിഞ്ഞിട്ട് തരാം. എന്തിനും ഉറപ്പില്ല പറയുന്നത്. 2 മാസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് എന്തോ ഒരു ഉറപ്പാന്നറിയാവും. മാഷാ അല്ലാഹ്. ഈ 6 മാസം ജീവിച്ചിരിക്കുന്ന നമുക്ക് വല്ലതുണ്ടോ? അതാണ് മഹാനായ നബാത്തുൽ മിസ്രിയ എല്ലാ ആഴ്ചയിലും ചോദിക്കുന്നു നമ്മളോട്, മോനേവ തതിദ്ദു മിനൽ ഹയാത്തി ബിമാ ലാ തുദ്രികുഹു, പൊന്നു മോനെ നീ എന്തെല്ലാം പാടുപെട്ടാലും അല്ലാഹു തആല നിനക്കൊന്ന് വിധിച്ചിട്ടുണ്ട്, ഓഹരിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത ഒന്നിനെ നീ എത്തിക്കില്ല മോനെ. ലാ അന്ത ബിമാ ഖസമല്ലാഹു ലക മിനർ റിസ്ഖി വാദികുൻ, പൊന്നു മോനെ നീ എന്ത് ചെയ്യണ്ട, ഉറപ്പിക്കണ്ട. ബിമാ ഒരു കാര്യം കൊണ്ട്, ലാ അന്ത നീയല്ല, ബിമാ ഒരു കാര്യം കൊണ്ട്, ഖസമല്ലാഹു ലക അല്ലാഹു നിനക്ക് ഓഹരിച്ചു തന്ന ഒന്നുകൊണ്ട്, മിനർ റിസ്ഖിനാൽ വാദിഖുൻ നിനക്ക് ഉറപ്പില്ല. ഫലാ ലിമാ ഹദ്ദറക മിനൽ ദംബി മുഫാരിഖുൻ, മോനെ നിന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ പാപങ്ങൾ ചെയ്യരുത്, പക്ഷെ അതിൽ നിന്നും വിട്ടുപിരിയാനും നീ തയ്യാറല്ല. വലാലിമ ഒന്നിനെ തൊട്ട് ഹദ്ദറ അള്ളാഹു ഭയപ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് മിനദ്ദംബി ആ ഒന്നെന്തിനാൽ, പാപത്തിനാൽ. അങ്ങനത്തെ ഒന്നിനെ തൊട്ട് നീ അല്ല മുഫാരിഖുൻ വിട്ടുപിരിയുന്നവനല്ല. ഫലൽ മൗഇദതു തൻഫഉക വലൽ ഹവാദിദു തർദഉക വലദ്ദഹ്റു യസ്ഉക. പൊന്നുമോനെ എത്ര വയലുകളാണ് നീ കേട്ടത്,
എത്ര വഅദുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്, എത്ര വഅദുകളാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മിമ്പറിൽ നിന്ന് ഓതുന്നത്. പക്ഷേ ഓതുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ പ്രയോജനം ചെയ്യുന്നില്ലല്ലോ. ഫലൽ മൗഇദത്തു ഉപദേശമല്ല തൻഫഉക, നിനക്ക് പ്രയോജനം ചെയ്യുന്നില്ല. എന്നാൽ ഈ കണ്ടു കാണപ്പെടുന്ന ഹാദിസുകൾ, ഈ കാലവിപത്തുകൾ, മഴയിറങ്ങുന്നു, വെള്ളം വീഴുന്നു, വെള്ളംപൊക്കം വരുന്നു, ജലപ്രളയമുണ്ടാകുന്നു, സുനാമി അടിക്കുന്നു, വാഹന അപകടങ്ങൾ പലതും ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അല്ലാഹു തആല പാവം ചെയ്യുന്നതിനെ തൊട്ട് തടയുന്നില്ലല്ലോ മോനെ. വലൽ ഹവാദിസു, കാലവിപത്തുകൾ തറുതഴുക്ക, നിന്നെ തടയുന്നില്ല. വലദ്ദഹ്റു യസഉക, കാലം നിന്നെ വിലങ്ങുന്നതും ഇല്ല. വലാ ദാഇയൽ മൗതി യുസ്മിഉക, മരണത്തിന്റെ വിളിയാളം, മരണം വിളിക്കുന്നവനെ നിന്നെ കേൾപ്പിക്കുന്നില്ല, നീ കേൾപ്പിക്കുന്നില്ല. വലാ ദാഇയൽ മൗതി, മരണത്തിനെ വിളിക്കുന്നവനെ യുസ്മിഉക അല്ല, ആ വിളിപ്പിക്കുന്നവൻ തന്നെ കേൾപ്പിക്കുന്ന വെച്ചാൽ നീ എന്താണ് കേൾക്കാത്ത മട്ടിലിങ്ങനെ പോവാണ്. നീ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാകും ഞാൻ കുറെ കാലം ഇങ്ങനെ ജീവിക്കുമെന്ന്. അല്ല, നീ ഇങ്ങനെ കുറെ നാൾ ഇവിടെ ഇങ്ങനെ ജീവിച്ച് ഞാൻ വലിയ അഡ്രസ്സുള്ള ആളായിത്തീരും, ഞാൻ ഒരു കാലത്തും മരിക്കാത്ത ആളായിത്തീരും എന്നൊക്കെ നീ ഭാവിക്കുന്നുണ്ട് മോനെ. അതൊന്നും വേണ്ട. ഔക്കാന്നക്ക, അല്ലെങ്കിൽ നീയാകുന്നതിലാത്തഴൂത്, നീ മടങ്ങുകയില്ല. നസിയൻ മഫൂദൻ, ഇല്ലാതാക്കപ്പെട്ട മറക്കപ്പെട്ടവനായിട്ട് നീ മടങ്ങുകയില്ല എന്ന് നീ ഭാവിക്കുന്നത് പോലെയാണ് നിന്റെ ഈ ലോകത്തുള്ള ജീവിതം കാണുമ്പോൾ. മോനെ, കഅന്നീ ബിക വഖദ് ഗാദറതുകൽ അയ്യാമു സരിയാ, ഞാനും പൊന്നുമോനെ നിന്നെ പോലെ തന്നെയാണ്, ഞാനും ഇതിൽ വേർവിട്ടവനല്ല. വഖദ് ഗാദറതുകൽ അയ്യാമു, പൊന്നുമോനെ ദിവസങ്ങൾ നിന്നിൽ ഇതാ വിട പറഞ്ഞു പോകുന്നുണ്ട്. ശരിയൻ, പെട്ടെന്ന് 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 പെട്ടെന്ന്. ഗാദറതുക അൽ അയ്യാമു സരീഅൻ, നിന്നെ ഒഴിവാക്കുന്നുണ്ട്. തറക്കത്തുക്കാന്നതിലർത്ഥം, തറക്കത്തുക്ക അല്ലയ്യാമു, ദിവസങ്ങൾ നിന്നെ ഒഴിവാക്കുന്നുണ്ട്. സ്വരീഅ, നീ തന്നെ എന്തായ നിലയിൽ, സ്വരീആയ നിലയിൽ, തള്ളിയിടപ്പെട്ടവനായ നിലയിൽ. സ്വറഅ വഅൽബസതുക മിനസ്സഖമി സൗബൻ ഫളീഅ, ആ കാലങ്ങൾ രോഗത്തിനാൽ നിനക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. സൗബൻ ഫളീഅൻ, മോശമായ വസ്ത്രത്തിനെ നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രോഗത്തിനാൽ നിനക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. ഫസഖത്ത ലിജംബിക അലീലാ, നീ ഇതാ കടക്കുകയാണ്. സഖത്ത എന്താ, ഫസഖത്ത ലിജംബിക, അല്ലാഹ് നീ തളർവാദം പിടിച്ചു, ഒരു വശം കുഴഞ്ഞു, രോഗിയായ നിലയിൽ തന്നെ എന്തായി, നീ സാഖിത്തായി പോയി. وألفيت قلقا ثقيلا, الله فألفيت قلقا ثقيلا. الفاء يلفي، ألفيت، الفاء يلفي، ألفي ألفي ألفو، ألفيت ألفيت، ألفينا ألفيت، هذا ألفيت. وقد ألفيت, നിനക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്, നിനക്ക് എത്തിക്കപ്പെട്ടു. ഖലിഖൻ, വേജാറുകളെ, സഖീലൻ, ഭാരമായ വേജാറുകളെ നിനക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് മരണത്തെ സംബന്ധിച്ചുകൊണ്ടും മരണാനന്തര മരണം സംബന്ധിച്ചുകൊണ്ടും മരണരോഗങ്ങളെ സംബന്ധിച്ചുകൊണ്ടും മരണത്തിന് മുമ്പുണ്ടാകുന്ന വേജാറുകൾ, വിഷമങ്ങൾ വളക്കണ പറഞ്ഞതിന്റെ ഉദ്ദേശം. വഖീല, പറയപ്പെടുന്നു, ഫുലാനുൻ ഖദ് ഇഖ്റദതുഹു അവാരിദു അദാ, എന്തേ മറ്റേയാളെ കാണുന്നില്ലല്ലോ, അയാൾ പള്ളി വന്നില്ലല്ലോ, കാണുന്നില്ല, എവിടെ പോയി മോനെ, വാപ്പ എവിടെ പോയടാ, ഓ അപ്പക്ക് സുഖമില്ല മോനെ, ഉസ്താദോട് പോയടാ മോനെ, ഓ സുഖമില്ല അടക്കാണ്. അതാ പറയപ്പെടുകയാണ്, ഫുലാനുൻ ഖദ് ഇഖ്റദതുഹു, ഇതാ അവനിൽ ആരിതായി വന്ന്, പുതുതായി വന്ന്, അവാരിദു, അതൻ ബുദ്ധിമുട്ടാക്കുന്ന ആരിദുകൾ അവനിൽ വന്നുപോയി, വന്നു ചേരുന്ന സംഗതികള്. വബിഹി മറദുൻ മിൻ കദാ വകദാ, അവന് ശ്വാസമുട്ടാണ്, മൂത്ര തടസ്സമാണ്, മൂത്രവാർച്ചയാണ്, ഇന്ന രോഗങ്ങൾ കൊണ്ട് വീട്ടിലാണ്, ആശുപത്രിയിലാണ്, വെന്റിലേറ്ററിലാണ്, ഐസിയുലാണ്.
അല്ലാഹു ആകട്ടെ ഫആദക വല്ലാഹി മൻ കാന ലിഖൈരിക റാജിയാ, തന്നെ സന്ദർശിക്കാൻ വരികയാണ്. മൻകാന മനുഷ്യര് കാന അവരായി ലിഖൈരിക റാജിയൻ, നിന്റെ നന്മയെ ആഗ്രഹിക്കുന്നവർ നിന്നെ വന്ന് സന്ദർശിക്കുകയാണ്. അപ്പൊ അതിന്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ പറ്റുന്നതല്ല, അത് കൊടുത്തു വീടുക തന്നെ വേണം.